സംസാരിക്കുന്നത് വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് തോൽക്കുന്നവർക്ക് അവർ തന്നെയായിട്ട് കോമ്പീറ്റ് ചെയ്താൽ മതി ജയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു സ്ഥലത്ത് ജയിച്ച് നിൽക്കുന്നവർക്ക് ഒന്നാമതാകാൻ വേണ്ടി മറ്റുള്ള എല്ലാവരായിട്ടും ഫൈറ്റ് ചെയ്യണം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. നമ്മളെപ്പോഴും ആഘോഷിക്കുന്ന വിജയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽക്കുന്നവർ വിജയിക്കുന്നതും ഏറ്റവും ഹൈ ലെവലിലെത്തുന്നവരെയും കുറിച്ചാണ്. എന്നാൽ മിഡിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ പല പല ക്ലാസ്സുകളിലും ഒക്കെ ഒന്നാമതായിട്ടെത്തും. ചിലപ്പോൾ 1ലും 2ലും 5ലും 8ലും 10ലും ഒക്കെ ഒന്നാമതായിട്ടെത്തും. അവരുടെ മേൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യും. അതായത് എപ്പോഴും ഒന്നാമതായിട്ട് നിൽക്കണം. വീട്ടുകാർ നിർബന്ധിക്കും, ട്യൂഷൻ ക്ലാസ് നിർബന്ധിക്കും, റിലേറ്റീവ്സ് നിർബന്ധിക്കും. അങ്ങനെ ഒന്നാമതായി പഠിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പ്രഷർ, ഒത്തിരി പേരുടെ അഭിപ്രായം കാരണം അവരെടുക്കേണ്ടി വരുന്ന ഫർദർ ഹയർ എഡ്യൂക്കേഷൻ അവരുടെ കൺട്രോളിലല്ല. 10ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി നിർബന്ധപൂർവ്വം സയൻസ് എടുക്കണമെന്ന് സമൂഹം എഴുതി വെച്ചിരിക്കുകയാണ്. സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം. അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളിൽ പെട്ട് വളർന്നു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ പ്രൊഫഷണൽ കോഴ്സ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ജോലിയിലേക്ക് അവരെത്തിപ്പെടും. അപ്പോൾ സാധാരണ മിഡിൽ ക്ലാസ്സിൻ്റെ എല്ലാ വേദനകളിലൂടെയും കടന്നു പോകും. അതിന് അപ്പുറത്തേക്ക് അവർക്ക് പലപ്പോഴും കടന്നു പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു റീയൂണിയനിലോ മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. ചിലപ്പോൾ തോറ്റുപോയവരും ആവറേജായി പഠിച്ചവരും ഒത്തിരി ഉയരത്തിലായിരിക്കും ഇരിക്കുന്നത്. കാരണം അവരുടെ മേൽ കെട്ടിവയ്ക്കപ്പെടുന്ന എക്സ്പെക്റ്റേഷൻസ് വളരെ കുറവാണ്. എക്സ്പെക്റ്റേഷൻസ് കുറവായതുകൊണ്ട് തന്നെ അവർ എല്ലാവിധ സാഹചര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യും. എല്ലാവിധ സാഹചര്യങ്ങളിൽ കൂടി പോയി നോക്കും. അവരൊത്തിരി കഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റും, അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും ഒന്നാമതെത്തുന്നവരെക്കാൾ കൂടുതൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് പുറകിൽ നിൽക്കുന്നവരും ആവറേജായിട്ട് നിൽക്കുന്നവരുമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കണേന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ എക്സ്പെക്റ്റേഷൻസും പ്രഷറും കാരണം സാധാരണ ജീവിതത്തിൻ്റെ ഒരു രീതിയിലേക്ക് തള്ളപ്പെടുകയാണ്. എൻ്റെ പൊന്നു മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് വളർത്തി എപ്പോഴും ഒന്നാമതാവാൻ നിർബന്ധിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളും കൂടെ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരും നടന്ന വഴി കൂടെ തന്നെ നമ്മൾ നടക്കണമെന്നില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ജീവിതത്തിലൊരു കാലഘട്ടം കഴിയുമ്പോൾ അവർ തിരിച്ചു നോക്കും, ഞാൻ എല്ലായിടത്തും ഒന്നാമതായിട്ടിരുന്നിട്ട് ഇപ്പം ഞാൻ എല്ലാവരേക്കാളും പുറകിലാണല്ലോ. ഫുൾ പുറകിലല്ലെങ്കിലും മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം വിജയം ചിലപ്പോൾ കൈവരിച്ചു എന്ന് വരില്ല. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പറഞ്ഞതേ ഉള്ളൂ.